മോർണിംഗ് ആൾ. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലബേക്ക് ഇൻ്റഗ്രലാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലബേക്ക് ഇൻ്റഗ്രലിൽ സിമ്പിൾ ഫങ്ഷൻസ് വരുന്ന കേസ്, സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ എങ്ങനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നീട് ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ? എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻ ആണെങ്കിൽ എഫിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തത് ആദ്യം ലബേക്ക് അപ്പർ ഇൻ്റഗ്രലും ലബേക്ക് ലോവർ ഇൻ്റഗ്രലും ഡിഫൈൻ ചെയ്തു. സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഇ ഫൈ such that phi less than or equal to f. ഇതായിരുന്നു എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ. അതുപോലെ ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ psi such that f less than or equal to psi and phi symbol and psi symbol. ഇതായിരുന്നു എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ. അതായത് എഫ് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ എഫിൻ്റെ താഴെയുള്ള എല്ലാ സിമ്പിൾ ഫങ്ഷൻസും കൺസിഡർ ചെയ്യുക. ആ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രൽ അത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. അതിൻ്റെ സുപ്രീമം എന്താണോ അതാണ് എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ. അതുപോലെ എഫിനേക്കാൾ വലിയ എല്ലാ സിമ്പിൾ ഫങ്ഷൻസിൻ്റെയും ലബേക്ക് ഇൻ്റഗ്രലിൻ്റെ ഇൻഫിമം എന്താണോ അതാണ് എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ. ദിസ് ഇസ് ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ. ഓക്കെ, ഈ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും ലോവർ ലബേക്ക് ഇൻ്റഗ്രലും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ ഈക്വൽ ടു ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ, then we say that f is ഇൻ്റഗ്രബിൾ, ലബേക്ക് ഇൻ്റഗ്രബിൾ. ബൗണ്ടഡ് ഫങ്ഷൻസിൻ്റെ ലബേക്ക് ഇൻ്റഗ്രബിൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഇനി അതിൻ്റെ മറ്റ് ചില പ്രോപ്പർട്ടീസാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നോക്കാം തിയറം 4. ലെറ്റ് എഫ് ബി എ ബൗണ്ടഡ് മെഷറബിൾ ഫങ്ഷൻ ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ, ദെൻ എഫ് ഈസ് ഇൻ്റഗ്രബിൾ ഓവർ ഇ. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള മെഷറബിൾ ഫംഗ്ഷനാണ്. അങ്ങനെയാണ് ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് മെഷറുള്ള സെറ്റിൽ ഇയുടെ മെഷർ ഫൈനൈറ്റ് ആണെങ്കിൽ എഫ് ഇൻ്റഗ്രബിൾ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഇസ് ഇൻ്റഗ്രബിൾ ഓൾവേസ് ഓൺ എ ഫൈനൈറ്റ് മെഷറബിൾ സെറ്റ് എന്നുള്ളത് നമ്മൾ സിമ്പിൾ ഫംഗ്ഷൻസ് മെഷറബിൾ ആണ് എന്നുള്ളത് കാണിച്ചു. സിമ്പിൾ ഫംഗ്ഷൻസ് മെഷറബിൾ ആണ്, ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അത് ഫൈനൈറ്റ് മെഷറുള്ള സെറ്റുകളിലൊക്കെ ഇൻ്റഗ്രബിൾ ആണ് എന്നാണ് ഈ തിയറം പറയുന്നത്. ഓക്കെ, നമുക്കിതിൻ്റെ പ്രൂഫിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷനാണ്. ഓക്കെ, എഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ഓൺ ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ് ഇ. ഇവിടെ ബൗണ്ടഡ് മെഷറബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാണ് എഫ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ? സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറയുന്നത് നമ്മൾ ഏതൊരു എപ്സിലോൺ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് രണ്ട് സിമ്പിൾ ഫംഗ്ഷൻ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ ഫൈ എൻ ആൻഡ് സൈ എൻ കിട്ടും. സച്ച് ദാറ്റ് phi n less than or equal to f less than or equal to psi n ആയിരിക്കും. മാത്രമല്ല psi n മൈനസ് phi n ൻ്റെ ഡിഫറൻസ് psi n മൈനസ് phi n is always less than or equal to epsilon. ഇങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മുടെ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഞാൻ ചൂസ് ചെയ്യാണ് എപ്സിലോൺ ഈക്വൽ ടു 1/n. ചൂസ് എപ്സിലോൺ ഈക്വൽ ടു 1/n എടുത്തു. എഫ് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. സോ ബൈ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ I can say that
there exist two sequence of simple functions phi n. സോറി, നമ്മളിവിടെ phi n ഉം psi n ഉം അല്ല, phi n psi ആയിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് സിമ്പിൾ അപ്രോക്സിമേഷനിൽ അമ്മ പറയുന്ന സീക്വൻസ് അല്ല. ഓക്കെ, phi n ആൻഡ് psi n എന്ന് പറയുന്ന phi ആൻഡ് psi എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ഫങ്ഷൻസ് കിട്ടും. such that phi less than or equal to f less than or equal to psi n, psi minus phi less than എപ്സിലോൺ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്സിലോണിന് പകരം ഞാൻ 1/n ചൂസ് ചെയ്യാണ്. അപ്പോൾ ഓരോ എണ്ണിനും കറസ്പോണ്ടിങ് ആയിട്ട്, ഇപ്പോൾ ഒരു നാച്ചുറൽ നമ്പർ 1 ആദ്യം എടുത്തു, ഇപ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് phi 1 ഉം അതുപോലെ psi 1 ഉം എന്ന് പറയുന്ന രണ്ട് സിമ്പിൾ ഫങ്ഷൻസ് കിട്ടും. സച്ച് ദാറ്റ് phi n less than or equal to f less than or equal to psi n and psi n minus phi n less than or equal to less than 1/n equal to 1/n on E. അപ്പോൾ ഈക്ക് ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ്. ഈയുടെ മെഷർ ഫൈനൈറ്റ് ആണ്. സോ നമുക്ക് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഓരോ, ഇപ്പോൾ n ഈക്വൽ ടു 1 എടുത്താലും n ഈക്വൽ ടു 2 എടുത്താലും അങ്ങനെ എന്നിന് ഏത് വാല്യൂ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ സിമ്പിൾ ഫങ്ഷൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് വി ഗെറ്റ് എ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസ് phi n and psi n such that phi n less than or equal to f less than or equal to psi n and psi n minus phi n less than or equal to 1/n. ഇനി നമുക്ക് ഇൻ്റഗ്രൽ നോക്കാം. Integral over A psi n minus integral over E phi n. ഇത് രണ്ടും സിമ്പിൾ ഫങ്ഷൻസ് ആണ്. ഇപ്പോൾ സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കേസിൽ നമുക്ക് എന്തുണ്ട്, ലീനിയാരിറ്റി മൊണോട്ടോണിസിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അഡീഷനൊക്കെ പോസിബിൾ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ലെബേക്ക് ഇൻ്റഗ്രലിൻ്റെ കേസിൽ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ E psi n മൈനസ് phi n എഴുതാം. കാരണം psi n phi n ഒക്കെ സിമ്പിൾ ഫങ്ഷൻസ് ആണ്. സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കേസിൽ നമ്മളത് ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. psi n മൈനസ് phi n എന്താ? 1/n. സോ വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ E 1/n. എന്താ ഇൻ്റഗ്രൽ ഓവർ E 1/n? 1/n ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ 1/n ഇൻറ്റു ഇത് ലബേക്ക് മെഷർ ആയതുകൊണ്ട്, ലബേക്ക് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് 1/n ഇൻറ്റു മെഷർ ഓഫ് E എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ E psi n മൈനസ് phi n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് E. നമുക്ക് വേണ്ടത് എഫിൻ്റെ ലബേക്ക് ഇൻ്റഗ്രബിലിറ്റിയിലേക്കാണ് പോവേണ്ടത്. അപ്പോൾ എഫ് ലബേക്ക് ഇൻ്റഗ്രബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ എഫിൻ്റെ ലോവർ ഇൻ്റഗ്രലും അപ്പർ ഇൻ്റഗ്രലും ആണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം ഞാൻ കൺസിഡർ ചെയ്യാണ് എഫിൻ്റെ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും ഒന്ന് നോക്കാം. ഓക്കെ, എന്താ എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ? ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് എന്താ? എഫിന് താഴെ വരുന്ന എല്ലാ സിമ്പിൾ ഫങ്ഷൻസിനും അല്ലേ, ആൻഡ് ദാറ്റ് ഈസ് സുപ്രീമം ഓഫ് ഇൻ്റഗ്രൽ ഓവർ E phi എടുക്കാം, phi സച്ച് ദാറ്റ് phi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. ഇതാണ് എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ. അപ്പർ ലബേക്ക് ഇൻ്റഗ്രലോ, which is infimum integral over E psi such that psi greater than or equal to f. കൂടാതെ അത് സിമ്പിൾ ഫംഗ്ഷൻ ആണെന്നും കൂടി ഉണ്ട്. phi സിമ്പിൾ ആൻഡ് psi സിമ്പിൾ. ഓക്കെ, ഇതാണ് ലോവർ ലബേക്ക് ഇൻ്റഗ്രലും അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും എഫിൻ്റെ. ഇനി നമുക്ക് ഓൾറെഡി phi n എന്ന് പറയുന്ന നമ്മുടെ സീക്വൻസ് ഓഫ് സിമ്പിൾ ഫങ്ഷൻസിൻ്റെ കേസ് അറിയാം. അവരെല്ലാവരും എന്താണ്? എഫിനേക്കാൾ താഴെ വരുന്ന ഇൻ്റഗ്രൽസ് ആണ് അല്ലേ, എഫിൻ്റെ താഴെ വരുന്ന ആളുകളാണ് phi n-കൾ. അപ്പോൾ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാം? ഇത് എന്ന് പറയുന്ന ആ phi n-കളൊക്കെ വരുന്ന കളക്ഷൻസിൻ്റെ ഒരു സുപ്രീമമാണ് ഇത്. അപ്പോൾ സുപ്രീമം ഓൾവേസ് ഗ്രേറ്റർ അല്ലേ. സോ നമുക്ക് എഴുതാം വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ E phi n എഴുതാം. ഓക്കെ, അതുപോലെ
ഇവിടെ എഫിൻ്റെ താഴെ എഫിനേക്കാൾ വലിയ സിമ്പിൾ ഫങ്ഷൻസ് ആണ് സൈ എൻ. അപ്പോൾ അതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ എന്നും പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്താ പറയാം, ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ psi such that psi greater than or equal to f minus supremum integral over a phi such that phi less than or equal to f. ഇതെങ്ങനെ പറയാം, ഇൻഫിമം ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ എൻ, ദറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ. ഇനി സുപ്രീമം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫൈ എൻ ആണ്. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ അല്ലേ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് ഇനീക്വാളിറ്റി. രണ്ട് സൈഡും നെഗറ്റീവ് എടുക്കുമ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും, നമ്മൾ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ അഗെയിൻ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും. അപ്പോൾ എനിക്കിവിടെ എങ്ങനെ എഴുതാം, വിച്ച് ഈസ് മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ എൻ എഴുതാം. എന്താണെന്ന് നമ്മൾ ഓൾറെഡി കാണിച്ചു, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് ഇ എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടി, എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രലും അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും തമ്മിലുള്ള ഡിഫറൻസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് ഇ ഫോർ എനി നമ്പർ n. മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ബൗണ്ടഡ് ഫംഗ്ഷൻ മെഷർ ഫൈനൈറ്റ് ആയിട്ടുള്ള സെറ്റിലാണ് നമ്മൾ ഈ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രബിലിറ്റി പറയുന്നത്. അപ്പം മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n, n ഗ്രേറ്റർ n ലാർജ് ആകും തോറും ഇത് നമുക്ക് അപ്രോക്സിമേറ്റ് 0യിലേക്ക് എത്തിക്കാം. സോ ഈ ഇൻഫിമും സുപ്രീമും ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ ഇൻഫിമും സുപ്രീമും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എഫ് ഇൻ്റഗ്രബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്, ആദ്യം സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ, എഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അവിടെ സിമ്പിൾ അപ്രോക്സിമേഷൻ ലെമ്മ നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു 1/n കറസ്പോണ്ടിങ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പം സീക്വൻസ് ഓഫ് സിമ്പിൾ ഫംഗ്ഷൻ ഫൈ എന്നും സൈ എന്നും കിട്ടും, സാറ്റിസ്ഫൈങ് ദീസ് റിലേഷൻസ്. ഇവിടെ നമ്മൾ ഇൻ്റഗ്രബിലിറ്റി അപ്ലൈ ചെയ്താൽ നമുക്ക് ഈ ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എൻ മൈനസ് ഇൻ്റഗ്രൽ ഓവർ ഈ ഫൈ എൻ എന്നുള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് എന്ന് കിട്ടും. ഇനി നമുക്ക് എഫ് ഇൻ്റഗ്രബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അതിലേക്ക് വേണ്ടി കുറച്ച് ടൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എഫ് ഇൻ്റഗ്രബിൾ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എഫ് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ ഇൻ്റഗ്രബിലിറ്റി കാണിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രലും അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും ഈക്വൽ ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ ലോവർ ലബേക്ക് ഇൻ്റഗ്രലും അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും നമ്മൾ അതിൻ്റെ ഡിഫറൻസ് എടുത്തു. അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ മൈനസ് ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ എടുത്തു. ആ സമയത്ത് നമുക്കത് സിമ്പിൾ ഫംഗ്ഷൻ, ഇപ്പോൾ കിട്ടിയ സിമ്പിൾ ഫംഗ്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പം നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് ഇ കിട്ടും. മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/n ഇൻറ്റു മെഷർ ഓഫ് ഇ എന്ന് പറയുമ്പോൾ എസ് എൻ ലാർജ് ആവും തോറും ഇത് ടെൻസ് ടു 0 ആവും. സോ ദേ ആർ ഈക്വൽ. സോ എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് പറയും. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ലീനിയാരിറ്റി ആൻഡ് മൊണോട്ടോണിസിറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം എഫ് ഒരു ബൗണ്ടഡ്, എഫും ജിയും ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ ഇ. ദെൻ ഫോർ എനി ആൽഫ ആൻഡ് ബീറ്റ ഇൻ്റഗ്രൽ ഓവർ ഇ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഈക്വൽ ടു ആൽഫ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ബീറ്റ ഇൻ്റഗ്രൽ ഓവർ ഇ ജി. Moreover, if f less than or equal to g on a, then integral over f less than or equal to integral over ag. സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്തത് ആണ്. ഇനി നമ്മൾ ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ കേസിലാണ് ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പോകുന്നത്, യൂസിങ് സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെതൊക്കെ യൂസ് ചെയ്തിട്ട്. കാരണം ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രബിൾ ലബേക്ക് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട്, സിമ്പിൾ ഫംഗ്ഷൻസിനെ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യം ചെയ്തിരുന്നത് നമ്മൾ ലിനിയാരിറ്റി ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി കാണിക്കാൻ വേണ്ടി ആദ്യം ചെയ്തത് എഫ് മെഷറബിൾ ആണ് എങ്കിൽ ആൽഫ എഫ് മെഷറബിൾ ആണെന്ന് ആദ്യം കാണിക്കും. പിന്നെ എഫ് ജിയും മെഷറബിൾ ആണ്, എഫ് പ്ലസ് ജി മെഷറബിൾ ആണെന്ന് കാണിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ആൽഫ എഫ് മെഷറബിൾ ആണ്, ജി മെഷറബിൾ ആയതുകൊണ്ട് ബീറ്റ ജി മെഷറബിൾ ആണ്. സോ ദർ സം ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി മെഷറബിൾ ആണ്, ലബേക്ക് ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് കിട്ടും. ഈ ലബേക്ക് ഇൻ്റഗ്രബിളിൻ്റെ പ്രോപ്പർട്ടി കൂടി കൂടെ പ്രൂവ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലീനിയാരിറ്റിയിൽ കാണിക്കുക. പിന്നീട് നമ്മൾ മൊണോട്ടോണിസിറ്റിയാണ്. മൊണോട്ടോണിസിറ്റി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ജി മൈനസ് എഫ് ഡിഫൈൻ ചെയ്യും. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ പോസിറ്റീവ് നോൺ നെഗറ്റീവ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ നോൺ നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളത് അപ്ലൈ ചെയ്തിട്ട് തന്നെ ഇവിടെയും ചെയ്യാൻ പറ്റും.
ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം എഫ്, നമ്മളിതിൻ്റെ ഇൻ്റഗ്രബിലിറ്റീനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എഫ് മെഷറബിൾ ആണ്, ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് ഫൈനൈറ്റ് മെഷർ ഉള്ള സെറ്റിൽ. ഈ ഫൈനൈറ്റ് മെഷർ ഉള്ള സെറ്റാണ്. എഫ് ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. ജി അഗെയിൻ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. സോ എഫ് പ്ലസ് ആൽഫ എഫ്, ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബീറ്റ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ് ഓൺ എ ഫൈനൈറ്റ് മെഷറുള്ള സെറ്റ്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ തിയറം പ്രകാരം ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് കിട്ടും, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ അതിന് വേണ്ടി നമ്മൾ ആ തൊട്ട് മുന്നത്തെ തിയറം പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ എഫും ജിയും ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ആൽഫ എഫ് പ്ലസ് ബീറ്റ ജി ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആണ്. സോ ദെയർ സം ഈസ് ഓൾസോ ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് ലബേക്ക് ഇൻ്റഗ്രബിൾ. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കേസാണ് പറയേണ്ടത്. ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ആണ്. സോ ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ആണ് ഇൻ്റഗ്രബിൾ ആണെന്ന് വേണ്ട, ഇൻ്റഗ്രബിൾ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് എന്ന് പറയുന്നത് ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ വിത്തൗട്ട് ലോസ് ഓഫ് ജനറാലിറ്റി നമ്മൾ ആൽഫ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഇനി ആൽഫ നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും, എന്തായാലും നോക്കാം. പോസിറ്റീവ്, ഓക്കെ, രണ്ട് കേസായിട്ട് പ്രൂവ് ചെയ്യാം, ആൽഫ പോസിറ്റീവ് ആവുന്ന കേസിലും ആൽഫ നെഗറ്റീവ് ആവുന്ന കേസിലും. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആൽഫ പോസിറ്റീവ് ആയിട്ട് എടുത്തു, എന്നിട്ട് ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഈക്വൽ ടു ആൽഫ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കാണിക്കും. അതുപോലെ ആൽഫ നെഗറ്റീവ് ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഈക്വൽ ടു ആൽഫ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കാണിക്കും. ഇനി എഫും ജിയും ഇൻ്റഗ്രബിൾ ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ജി എന്ന് കാണിക്കും. അപ്പം പ്രൂഫിലേക്ക് പോവാം. നോക്കാം. ലെറ്റ് ആൽഫ ഗ്രേറ്റർ ദാൻ 0. ഇനി ഇത് ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ ആൽഫ എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് തന്നെ ആൽഫ എഫിൻ്റെ ഇൻ്റഗ്രലും അതിൻ്റെ അപ്പർ ഇൻ്റഗ്രലും അതിൻ്റെ ലോവർ ഇൻ്റഗ്രലും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് എന്ന് പറയുന്നത് ആൽഫ എഫിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ ആണ് അല്ലേ. ലബേക്ക് ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അത് ഡിനോട്ട് ചെയ്യുക ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ആണ്. അതും അതിൻ്റെ അപ്പർ ഇൻ്റഗ്രലും സെയിം ആയിരിക്കും. എന്താ ആൽഫ എഫിൻ്റെ അപ്പർ ഇൻ്റഗ്രൽ വരിക? ആൽഫ എഫിൻ്റെ അപ്പർ ഇൻ്റഗ്രൽ എന്താ വരിക? വിച്ച് ഈസ് ഇൻഫിമം ഓവർ സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ അല്ലേ. ആൽഫ എഫ് എന്നതാണ് ഇവിടുത്തെ നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ ആൽഫ എഫിനേക്കാൾ വലിയ എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെയും ഇൻ്റഗ്രലിലെ ഇൻഫിമം ആയിരിക്കും ആൽഫ എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ എന്ന് കിട്ടും. അപ്പം ഇവിടെ നിന്നും എനിക്ക് സൈ എന്നുള്ള ഫംഗ്ഷനെ എനിക്ക് എങ്ങനെ എഴുതാം? ആൽഫ സൈ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് എഴുതാം അല്ലേ. സൈന് ആൽഫ ഇൻറ്റു സൈ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് എഴുതാം. അതുപോലെ സൈ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആൽഫ എഫിനെ ഞാൻ എഫിലേക്ക് ഇതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. അതിന് വേണ്ടിയിട്ടാണ് സൈ ബൈ ആൽഫ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എഫ് എന്ന് എഴുതാം. ഇവിടെ ആൽഫ പോസിറ്റീവായിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇനീക്വാളിറ്റി ഒന്നും മാറൊന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ സൈ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു ആൽഫ എഫ് എന്നുള്ളതിന് എനിക്ക് സൈ ബൈ ആൽഫ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എഫ് എന്ന് എഴുതാം. അതുപോലെ സൈനെ സൈ ബൈ ആൽഫ ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. അതിൽ സൈ ബൈ ആൽഫനെ ഇവിടെ വെച്ചു, ആൽഫനെ ഞാൻ പുറത്തെടുത്തു. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻഫിമം സൈ ബൈ ആൽഫ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ ബൈ ആൽഫ എന്ന് കിട്ടും. എന്താണിത്? ഇവിടെ സൈ ഒരു സിമ്പിൾ ഫംഗ്ഷൻ, ഈ സിമ്പിൾ ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻഫിമാണ് അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ സൈ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്, സൈ ബൈ ആൽഫ അഗെയിൻ ഒരു സിമ്പിൾ ഫംഗ്ഷൻ, ആൽഫ ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്കിത് ജനറലായിട്ട് ഇവിടെ വേരിയബിൾ ഒന്ന് മാറി എന്നുള്ളതല്ലേ ഉള്ളൂ. ഇൻഫിമം സൈ ബൈ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ ബൈ ആൽഫ. അതായത് ഇതിന് നമുക്ക് എന്താ പറയുന്നത്? എഫിനേക്കാൾ വലിയ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ ഇൻഫിമം എന്താ? എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലാണ്. എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലാണിത്. എഫ് ഇൻ്റഗ്രബിൾ ആണ്, അതുകൊണ്ട് അതിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും ലോവർ ലബേക്ക് ഇൻ്റഗ്രലും സെയിം ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. ഒന്നുകൂടെ പറയാം, നമ്മൾ ആൽഫ പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ആൽഫ പോസിറ്റീവായിട്ട് എടുക്കുമ്പം
ആൽഫ നമ്മൾ ഇൻ്റഗ്രബിൾ ആണെന്ന് ഓൾറെഡി കാണിച്ചുകൊണ്ട് തന്നെ ആൽഫ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് ആൽഫ എഫിൻ്റെ ഇൻ്റഗ്രല് ആൽഫ എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ ആൽഫ എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രൽ എല്ലാം സെയിം ആയിരിക്കും. അപ്പോൾ ആൽഫ എഫിൻ്റെ ഇൻ്റഗ്രലാണ് ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ്. ഇനി ആൽഫ എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലാണ് ഇൻഫിമം സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ. ഇവിടെ നമ്മൾ 2 ചേഞ്ചസ് വരുത്തുകയാണ്. ഈ സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് എന്നുള്ളതിനെ മാറ്റി സൈ ബൈ ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എന്ന് എഴുതാം. ത്രൂ 2 സൈഡിലും പോസിറ്റീവായിട്ടുള്ള ആൽഫനെ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനി സൈനെ ആൽഫ ഇൻറ്റു സൈ ബൈ ആൽഫ എന്ന് എഴുതാം. ആൽഫനെ പുറത്തെടുക്കാം. അപ്പോൾ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇത് എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലിൻ്റെ ടേംസിലേക്ക് വന്നു. എഫ് ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും എഫിൻ്റെ ഇൻ്റഗ്രലും സെയിം ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഇൻ ദ കേസ് ഓഫ് ആൽഫ പോസിറ്റീവ് എന്ന് കിട്ടും. ഇനി നമ്മൾ ആൽഫ നെഗറ്റീവായിട്ട് എടുക്കാം. അപ്പോഴും എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും എഫിൻ്റെ ലോവർ ലബേക്ക് ഇൻ്റഗ്രലും ഇൻ്റഗ്രലും ഒക്കെ സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നു. വീണ്ടും എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് എന്ന് പറയുന്നത് ഇൻഫിമം സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എന്ന് കിട്ടും. ഓക്കെ, എഫിൻ്റെ ആൽഫ എഫിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രൽ ആൽഫ എഫ് ഇൻ്റഗ്രബിളാണ്. സോ ഇതിൻ്റെ അപ്പർ ലബേക്ക് ഇൻ്റഗ്രലും സെയിം ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഈക്വൽ ടു ഇൻഫിമം സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ആൽഫാനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുമ്പം ആൽഫ ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. അപ്പോൾ എന്ത് വരും? സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് എന്നുള്ളത് സൈ ബൈ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വരും. മാത്രമല്ല അതുപോലെ ഇൻ്റഗ്രൽ എന്ത് വരും? സൈ ബൈ ആൽഫനെ നമ്മൾ സൈനെ ആൽഫ അതേപോലെ തന്നെ എഴുതാം. ആൽഫ സൈ ഡിവൈഡഡ് ബൈ ആൽഫ എന്ന് സൈനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. പക്ഷേ അതേസമയം ഈ സുപ്രീമം എന്തായിട്ട് മാറും? ഇൻഫിമാവും. കാരണം നമ്മൾ നെഗറ്റീവ് ക്വാണ്ടിറ്റിനെ കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. ഇൻഫിമം സുപ്രീമായിട്ട് മാറും നെഗറ്റീവ് ക്വാണ്ടിറ്റിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. പിന്നെ സുപ്രീമാണ് ഇൻഫിമായിട്ട് മാറും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്താവും? സൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആൽഫ എഫ് എന്നുള്ളത് സൈ ബൈ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എന്ന് വരും. ഇനീക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. കൂടാതെ ആൽഫനെ നമുക്ക് പുറത്തെടുക്കാം. ആൽഫ ഇൻറ്റു സൈ ബൈ ആൽഫ എഴുതാം. മാത്രമല്ല ഇൻഫിമം എന്നുള്ള സാധനം സുപ്രീമമായിട്ട് മാറും. അപ്പോൾ ആൽഫ ഇൻറ്റു സുപ്രീമം സൈ ബൈ ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഇൻ്റഗ്രൽ ഓവർ ഈ സൈ ബൈ ആൽഫ എന്ന് കിട്ടും. അതായത് എഫിൻ്റെ താഴെ വരുന്ന എല്ലാ സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെയും ഇൻ്റഗ്രലിൻ്റെ സുപ്രീമം, ദാറ്റ് ഈസ് എഫിൻ്റെ ലോവർ ഇൻ്റഗ്രലാണ്. അപ്പോൾ എഫിൻ്റെ ലോവർ ഇൻ്റഗ്രലും എഫും ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ലോവർ ഇൻ്റഗ്രലും എഫിൻ്റെ ഇൻ്റഗ്രലും ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ ഇതിനെ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. സോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആൽഫ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ റിവേഴ്സ് ചെയ്യുന്നതിൽ ഒന്ന് സ്ഥലത്ത് ഇനീക്വാളിറ്റി മാറും, പിന്നെ ഇൻഫിമം സുപ്രീമം ആവും. സോ നമുക്ക് എന്ത് കിട്ടി? ആൽഫ പോസിറ്റീവ് ആണെങ്കിലും ആൽഫ നെഗറ്റീവ് ആണെങ്കിലും എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ ഈ ആൽഫ എഫ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എന്ന് കിട്ടും. ആൽഫ 0 ആണെങ്കിൽ പിന്നെ ഇത് 0 ഫംഗ്ഷനാണ്, കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ആൽഫ നോൺ 0 കേസിലാണ് നമ്മളിത് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ എഫിൻ്റെ ഇൻ്റഗ്രൽ ഈക്വൽ ടു ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ഫോർ ഓൾ ആൽഫ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് എഫും ജിയും ഇൻ്റഗ്രബിൾ ആണെങ്കിൽ എഫ് പ്ലസ് ജി ഇൻ്റഗ്രബിൾ ആണെന്ന്. ഓക്കെ, അപ്പം എഫ് ഇൻ്റഗ്രബിൾ ആണ്. സോ എഫ് ഒരു ബൗണ്ടഡ് മെഷറബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ എഫിൻ്റെ ഇൻ്റഗ്രബിലിറ്റി നമുക്ക് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാം? എഫിനേക്കാൾ താഴെയുള്ള സിമ്പിൾ ഫംഗ്ഷൻസും നമ്മൾ അപ്പർ ലബക്കിൻ്റെ എഫിനേക്കാൾ മുകളിലുള്ള സിമ്പിൾ ഫംഗ്ഷൻസ് സൈ 1 കൺസിഡർ ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ എഫ് ലബേക്ക് ഇൻ്റഗ്രബിൾ എഫിൻ്റെ മുകളിലുള്ള ഒരു സിമ്പിൾ ഫംഗ്ഷനാണ് സൈ 1. എഫ് ജീൻ്റെ മുകളിലുള്ള സിമ്പിൾ ഫംഗ്ഷനാണ് സൈ 2. അങ്ങനെയാണെങ്കിൽ സൈ 1 പ്ലസ് സൈ 2 അഗെയിൻ സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. മാത്രമല്ല എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1 പ്ലസ് സൈ 2 ആയിരിക്കും. ഓക്കെ, ലെറ്റ് ഏതൊരു
സിമ്പിൾ ഫംഗ്ഷൻ നമ്മൾ എടുക്കുകയാണ്. എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1ഉം എഫ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 2 ആയിട്ട് രണ്ട് സിമ്പിൾ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1 പ്ലസ് സൈ 2 ആയിരിക്കും. കൂടാതെ സൈ 1 പ്ലസ് സൈ 2 സിമ്പിൾ ഫംഗ്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രലിനെ നമുക്ക് എങ്ങനെ പറയാം? അപ്ലൈങ് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ സൈ 1 പ്ലസ് സൈ 2 is less equal to integral over e psi 1 plus integral over e psi 2, since it's a simple function. Okay. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ സൈ 1 പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ സൈ 2. ഇനി എഫിൻ്റെയും ജിയുടെയും താഴെ എഫിൻ്റെ മുകളിൽ വരുന്ന സൈ 1 എന്ന് പറയുന്നത് നമ്മൾ വേരി ചെയ്യാം. വേരീസ് ഓവർ ഓൾ സിമ്പിൾ ഫംഗ്ഷൻ such that f ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1. അതുപോലെ സൈ 2 ഇതേമാതിരി വേരി ചെയ്യാം. എഫിൻ്റെ സൈ 2 വേരീസ് ഓവർ ഓൾ സിമ്പിൾ ഫങ്ഷൻസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 2. എഫിൻ്റെ താഴെ വരുന്ന എഫിൻ്റെ മുകളിൽ വരുന്ന എല്ലാ സിമ്പിൾ ഫങ്ഷൻസിലും ജീൻ്റെ മുകളിൽ വരുന്ന എല്ലാ സിമ്പിൾ ഫങ്ഷൻസിലും ഇത് വേരി ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും. അപ്പോൾ അവിടെ അത് സിമ്പിൾ ഫങ്ഷൻസ് എന്ത് വേരി ചെയ്താലും അതിനെ ബാധിക്കില്ല. സോ നമുക്കത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി എന്ന് എഴുതാം, വിച്ച് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ വേരി ചെയ്തുകൊണ്ട് അതിൻ്റെ സുപ്രീമം എടുക്കുക. സുപ്രീമം ഓവറോൾ സൈ 1 ലെസ് ദാൻ എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1, നോട്ട് സുപ്രീമം, ഇൻഫിമം അല്ല എടുക്കുന്ന. ഓക്കെ, എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, ഇവിടെ വേരി ആയിക്കാണ്. ദിസ് ഇൻഫിമം എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 1 ഇൻ്റഗ്രൽ ഓവർ ഈ സൈ 1 പ്ലസ് ഇൻഫിമം ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈ 2 ഇൻ്റഗ്രൽ ഓവർ ഈ സൈ 2. എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻഫിമം എഫിൻ്റെ മുകളിൽ വരുന്ന എല്ലാ സിമ്പിൾ ഫങ്ഷൻസിൻ്റെയും ഇൻ്റഗ്രലിൻ്റെ ഇൻഫിമം, വിച്ച് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഈ ജി. അപ്പോൾ എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഈ ജി. അപ്പോൾ നമ്മൾ അപ്പർ ലെബേക്ക് ഇൻ്റഗ്രലിൽ കൺസിഡർ ചെയ്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഈ ജി. ഇനി നമ്മൾ ലോവർ ലെബേക്ക് ഇൻ്റഗ്രൽ ഇതുപോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ കൺസിഡർ psi 1 and psi 2 again. നമ്മൾ രണ്ട് ഫങ്ഷൻസ് phi 1 and phi 2 എടുക്കുകയാണ്. കൺസിഡർ phi 1 and phi 2 such that phi 1 less than or equal to f and phi 2 less than or equal to g. Now phi 1 plus phi 2 is a simple function and which is less than or equal to f plus g. Then integral over a phi 1 plus integral over a phi 2 equal to integral over a phi 1 plus phi 2, since it is simple function, is less than or equal to integral over e f plus g by monotonicity of integral, which implies integral over e f1 plus integral over e phi 1. Okay, now varies over all simple functions phi 1 less than or equal to f and phi 2 less than or equal to g, and taking its supremum, we get supremum integral over a phi 1 less than or equal to f
പ്ലസ് സുപ്രീമം ഇൻ്റഗ്രൽ ഓവർ ഇ phi 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി. കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്, ചേഞ്ച് ഒന്നും വരില്ല. ദാറ്റ് ഈസ് സുപ്രീമം phi 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓവർ പറഞ്ഞാൽ എഫിൻ്റെ ലോവർ ലെബേക്ക് ഇൻ്റഗ്രലാണ്. ലോവർ ലെബേക്ക് ഇൻ്റഗ്രലും ഇൻ്റഗ്രൽ എഫും സെയിം ആണ്. സോ കാരണം എഫ് ഇൻ്റഗ്രബിൾ ആണ്. സോ ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി. നേരത്തെ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ ജി. Combining both, we get integral over e f plus g equal to integral over e f plus integral over e g. ഇനി നമുക്ക് ഇതിലെ മൊണോട്ടോണിസിറ്റിയും കൂടി പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിനാദ്യം നമുക്ക് തന്നിരിക്കുന്നത് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ഓൺ ഇ ആണ്. ഡിഫൈൻ എച്ച് ഈക്വൽ ടു ജി മൈനസ് എഫ് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. Now integral over e g minus integral over e f which is equal to integral over e g minus f. ഇപ്പോൾ നമ്മൾ മൊണോട്ടോണിസിറ്റി അപ്ലൈ ചെയ്തില്ലേ ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ ലീനിയാരിറ്റി, അത് പ്രകാരം ഇങ്ങനെ എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച്. എച്ച് സിമ്പിൾ ഫംഗ്ഷനാണ്, എച്ച് ഒരു ബൗണ്ടഡ് ഫംഗ്ഷനാണ്. എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. Now let psi equal to 0. 0 ഫംഗ്ഷൻ ഒരു സിമ്പിൾ ഫംഗ്ഷൻ അല്ല, ഫൈനൈറ്റ് വാല്യൂസ് മാത്രമേ അതിന് വരുന്നുള്ളൂ. ഇറ്റ്സ് എ സിമ്പിൾ ഫംഗ്ഷൻ. ഓൾസോ psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് അല്ല, എച്ച് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇവിടെ 0 ഫംഗ്ഷൻ എങ്കിൽ psi എന്ന് റിപ്ലേസ് ചെയ്യാം. അപ്പോൾ psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ്. അപ്പോൾ എന്ത് പറയാം? ഇൻ്റഗ്രൽ ഓവർ ഇ psi ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എന്ന് എഴുതാം അല്ലേ. സിമ്പിൾ ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രൽ ആണ്, ഇത് 0 ആണ് വരിക. സോ വിച്ച് ഇസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച്. കാരണം ഇത് ഓക്കെ അല്ല, ഏതൊരു സിമ്പിൾ ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞാലും ഓക്കെ ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് വിച്ച് ഈസ് integral over e g minus integral over e f is equal to, which implies integral over e g greater than or equal to integral over e f. So f less than or equal to g ആണെങ്കിൽ integral over e f less than or equal to integral over g ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.